ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബൗണ്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിൽ ചിലർക്കെങ്കിലും ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടാവും. കാരണം ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്ന സമയത്ത് പണ്ടൊക്കെ അധികം ഈ ബൗണ്ടിനോ കൊണ്ടുവന്നീനെ. അപ്പോൾ നമുക്കൊക്കെ ഇതൊരു നൊസ്റ്റാൾജിക് സംഭവമാണ്. അത് നമ്മളിന്ന് വീട്ടിലുണ്ടാക്കാനായിട്ട് പോവാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. ആകെ 3 ഇൻഗ്രീഡിയൻസേ നമുക്കിതിനാവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബൗണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണിത് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അതൊരു 1.5 കപ്പോളം നമുക്ക് ആവശ്യമുണ്ട്. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 1.5 കപ്പ് അളന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അരക്കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്, അതുകൊണ്ടാണ് 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുള്ളത്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടാറുണ്ട്. പാക്കറ്റിലാക്കിയിട്ടാണ് അത് ഉണ്ടാവുക. അധികം വിലയൊന്നുമില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് കണ്ടൻസ്ഡ് മിൽക്ക്. അത് 1/2 കപ്പാണ് വേണ്ടത്. 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ആ ഒരളവിലാണ് നമ്മളിത് എടുക്കേണ്ടത്. എന്നിട്ട് അത് മുഴുവനായിട്ടും ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക. ആദ്യം ഒരു സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചതിന് ശേഷം ഇത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ അത് ആ ഷേപ്പിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട്. ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ പൊടിഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലോ വെള്ളമോ ചേർത്തിട്ട് നല്ല തിക്കായിട്ട് ആക്കിയെടുക്കുക. അത് ഇതിലേക്ക് ചേർത്തിട്ട് നമ്മളിപ്പോൾ ഈ കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് പറഞ്ഞില്ലേ, ആ ഒരു സെയിം അളവിൽ ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഞാൻ കുറച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കിയപ്പം അത് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോണ്ടിൻ്റെ മിക്സ് റെഡി ആയിന്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്നൊരു പാത്രത്തിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് പിന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ മെത്തേഡാണ് ഇപ്പം കാണിക്കാനായിട്ട് പോണത്. ഒരു സ്റ്റീലിൻ്റെ പാത്രമോ എന്തെങ്കിലും നല്ലൊരു ഷേപ്പുള്ള പാത്രം എടുക്കുക. ഇങ്ങനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഇത്തിരി ഓയിലോ ബട്ടറോ ഒന്ന് തടവി കൊടുക്കണം. ഇനി നമ്മൾ ആക്കിയിട്ടുള്ള മിക്സ് ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും സെയിം തിക്നെസ്സിൽ വരുന്ന പോലെ ലെവൽ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിത് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് ഒരു 1-2 മണിക്കൂർ അങ്ങനെ വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മളാക്കിയിട്ടുള്ള മിക്സിൽ നിന്ന് ഒരു നാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ബോളാക്കി എടുക്കുക. എന്നിട്ട് അത് പിന്നെ കയ്യിൽ വെച്ചിട്ട് ബൗണ്ടിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതേപോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കണം. ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഷേപ്പ് കറക്റ്റായിട്ട് തോന്നുന്നത് ഇതേപോലെ ചെയ്യുമ്പോഴാണ്. കയ്യിൽ വെച്ചിട്ട് നമ്മൾ അതേപോലെ ആക്കിയെടുക്കുമ്പം സൈഡ്സൊക്കെ നല്ലൊരു കേർവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മറ്റേതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കര ഷാർപ്പ് എഡ്ജായിട്ടാണ് നിൽക്കുക. ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ബൗണ്ടിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ ഞാൻ ബാക്കിയുള്ള മിക്സ് കൊണ്ടും ബോണ്ടിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാനായിട്ട് പോവാണ്. ഇത് കുറച്ച് സമയമെടുക്കും, കാരണം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വരണമല്ലോ. അപ്പോൾ ഒരിത്തിരി സമയമെടുക്കും, എന്നാലും സാരമില്ല. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് തന്നെ കിട്ടുന്നുണ്ട്. 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് നമുക്കിപ്പം 9 ബൗണ്ടിയാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ 10 ബൗണ്ടി കിട്ടും, കാരണം ഞാനിത് ഇത്തിരി തിക്നെസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തിൽ 10 എണ്ണം ഈക്വലായിട്ട് എടുത്താൽ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. ചിലത് പിന്നെ അതിൽ വലിപ്പം കൂടിയിട്ടുണ്ട്, എന്നാലും സാരില്ല, നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നിന്നില്ല. പിന്നെ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു 1-2 മണിക്കൂറോളം വെക്കണം. അങ്ങനെ അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്.
ഡബിൾ ബോയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാൻ മതിയാവുമല്ലോ. ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ വേറൊരു പാത്രത്തിൽ ചോക്ലേറ്റ് വെക്കണം. എന്നിട്ട് ഈ വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ചോക്ലേറ്റും മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും. താഴെയുള്ള വെള്ളവും നമ്മുടെ ചോക്ലേറ്റിൻ്റെ പാത്രവും തമ്മിൽ കോണ്ടാക്റ്റ് വരാൻ പാടില്ല. അങ്ങനെ വേണം ഇത് വെക്കാനായിട്ട്. ബോണ്ടി ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽക്കാണ് ഞാൻ വെക്കാൻ പോണത്. ഒരു OHP ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്, കട്ടയൊന്നുമില്ല. പിന്നെ അതൊന്ന് ചൂട് വിടുകയും ചെയ്തിട്ടുണ്ട്. നല്ല ചൂടിൽ നമ്മളിത് കോട്ട് ചെയ്തെടുക്കാൻ പാടില്ല, കുറച്ചൊന്ന് തണുക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ ഇനി കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടഞ്ഞു പോയിക്കോട്ടെ. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേനും ബൗണ്ടി നല്ല പോലെ സെറ്റായിട്ടുണ്ട്. നല്ല ഹാർഡായിട്ട് വന്നതാണ്. ഷേപ്പൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ആ ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മൊത്തത്തിൽ ഈ ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്തെടുക്കണം. ഇനി ഇത് പാത്രത്തിലേക്ക് വെക്കുന്നതിൻ്റെ മുന്നേ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് അതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഫോർക്കിൻ്റെ ഹോൾസിലൂടെ ബാക്കിയുള്ള ചോക്ലേറ്റൊക്കെ ഒലിച്ചു പോയിക്കോളും. ഇനിയിപ്പോൾ പോണില്ല എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് കൂടെ സ്പൂണൊന്ന് ഓടിച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈ ചോക്ലേറ്റൊക്കെ തന്നെ വീകും. അങ്ങനെ ആവശ്യമില്ലാത്ത ചോക്ലേറ്റൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് OHP ഷീറ്റിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇത് OHP ഷീറ്റിലേക്ക് വെക്കുന്ന സമയത്ത് കുറച്ച് കെയർ കൊടുത്തിട്ട് വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോക്ലേറ്റ് സ്പ്രെഡ് ആവാതെ ആ ഒരു കറക്റ്റ് പ്ലേസൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോഴേ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. പിന്നെ ബോണ്ടി വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ മേൽഭാഗത്തൊരു ഡിസൈൻ കാണാം. ഒരു 3 സംഭവങ്ങൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോർക്കൊന്നിങ്ങനെ കുത്തി പിടിച്ചിട്ട് ഒന്ന് പൊന്തിച്ചിട്ട് പിന്നെ വീണ്ടും എന്താ പറയുക നടുവിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് ഒന്ന് പൊന്തിച്ചിട്ട് പിന്നെ താഴ്ത്തി കൊണ്ടുവന്ന്. ഞാനിത് പറയുന്നതിനേക്കാളും ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ആ ബൗണ്ടിൻ്റെ മേലെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് അതുപോലെ നാക്കിയെടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ബോണ്ടി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടും മിൽക്ക് മെയ്ഡും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള അതെടുത്തിട്ട് നമ്മുടെ ചോക്ലേറ്റിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ചോക്ലേറ്റിൽ നല്ലോണം കോട്ട് ചെയ്തതിന് ശേഷം OHP ഷീറ്റിലേക്ക് മാറ്റാം. എല്ലാത്തിൻ്റെ മേലെയും ഞാൻ ആ ഡിസൈൻ ചെയ്യുന്നുണ്ട്. നമ്മളിത് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് അതിന്. അപ്പോൾ അത് ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിലേക്ക് ഇടുമ്പം ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ കട്ടിയാവാനായിട്ട് തുടങ്ങും. അതിൻ്റെ പുറത്തുള്ളത് വേഗം തന്നെ കട്ടിയാവും. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളത് തൊട്ട് കഴിഞ്ഞാൽ ആകെ വൃത്തികേടാവും, മൊത്തത്തിലൊരു ഭംഗി കിട്ടില്ല. അപ്പം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാതും ഞാൻ ചോക്ലേറ്റിൽ കോട്ട് ചെയ്ത് ബൗണ്ടിൻ്റെ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം. മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. താഴെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ തന്നെ വേഗം സെറ്റായിട്ട് കിട്ടും. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ബൗണ്ടി റെഡി ആയിട്ടുണ്ട്. കാണാൻ ശരിക്കും ബൗണ്ടി പോലെ തന്നെ ഉണ്ടേനി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടേനി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പോലെ തന്നെ കാണാനുണ്ടാകുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അത് OHP ഷീറ്റിൽ നിന്ന് ഞാൻ വേറൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൽ ചിലത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് തന്നെ പറയും. അത്രയും രസമുണ്ട്. ആരോട് പറഞ്ഞാലും വിശ്വസിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ആ കണ്ടൻസ് മിൽക്കിൻ്റെയും ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഒക്കെ ഒരു കളറ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ശരിക്ക് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. അത്രയും രസമുണ്ടേനി. നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഇത് ഹോം മെയ്ഡും കൂടെയാണല്ലോ. നിങ്ങൾ കണ്ടതല്ലേ, നമ്മൾ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ എന്തായാലും പ്രിസർവേറ്റീവ്സും പിന്നെ ടേസ്റ്റ് കൂടാനായിട്ട് എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് അവർ ചേർക്കാൻ മതിയാവും. ഇതിൽ നമ്മൾ അങ്ങനെ ഒരു തരത്തിലുള്ള കെമിക്കൽസും യൂസ് ചെയ്തിട്ടില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ വീട്ടിലുണ്ടാക്കുന്നത് എന്തുകൊണ്ടും ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്